നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം രാജ്യത്ത് വളർത്താൻ ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർവമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമമെന്നും സാദിഖ് അലി തങ്ങൾ. എടത്തനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് DF ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. കൊല്ലപ്പെട്ടയാളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് യൂത്ത് ലീഗ്. കാഞ്ഞിരപ്പുഴ ബീവറേജിന്റെ പുതിയ കെട്ടിടത്തിലേക്ക് മദ്യവുമായി വന്ന വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. അങ്ങാടിപ്പുറത്ത് റെയിൽവേ പാളത്തിൽ സ്ത്രീയെ തള്ളിയിട്ട് മാല കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കുളത്തൂർ വെങ്ങാട് സ്വദേശി വിജീഷിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വാണിയംകുളം മനുശ്ശേരിയിൽ ജൽജീവൻ പദ്ധതിയിൽ വെള്ളം ലഭിക്കാത്തവർക്കും ജല അതോറിറ്റിയുടെ ബില്ല്. വെള്ളം ലഭിച്ചവർക്ക് വന്നത് ഭീമമായ ബിൽ തുക. പരാതിയുമായി നാട്ടുകാർ പരിശോധിച്ച് പരിഹരിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം രാജ്യത്ത് വളർത്താൻ ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർവമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ പാർലമെന്റിനകത്തും പുറത്തും ശ്രമം നടക്കുകയാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പെരിന്തൽമണ്ണ പാതായ്ക്കരയിൽ ഗായിദെ മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം വളർത്താനുള്ള ശ്രമം പാർലമെന്റിനകത്തും പുറത്തും പ്രകടമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സർവ്വമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ന് രാജ്യത്ത് ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരത്തെ ചിലരൊക്കെ വളർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും അവർ അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സർവമത സാഹോദര്യം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിൻ്റെ തണലിൽ ഭരണകൂടത്തിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഇത്തരം ശ്രമങ്ങൾ ഇവിടെ നടക്കുകയാണ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നതും സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതും മുസ്ലിം ലീഗിന്റെ മാർഗദർശനങ്ങളാണ്. തീവ്രവാദ ഭീകരവാദ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ലീഗിന് പറയാനുള്ളത്. ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുക എന്നത് മുസ്ലിം ലീഗിന്റെ പ്രഥമവും പ്രാധാന്യവുമായ ദൗത്യമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ദൗത്യം. നമ്മുടെ ഭരണഘടന തന്നെ അത് പറയുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അതിന് തൊട്ടു താഴെയായിട്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതും അതിൻ്റെയും താഴെ പറയുന്നത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത്. ഈ മൂന്ന് മുസ്ലിം ഭരണഘടനാപരമായിട്ടുള്ള മാർഗദർശനങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ടാണ്, ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹത്തായ ഈ പ്രസ്ഥാനം എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചേരി നഫീസ എന്നവർ സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് പാതായ്ക്കര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കിയത്. ആധുനിക സംവിധാനങ്ങളോടെ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഖായിദെ മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓഫീസിൽ സജ്ജമാക്കിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം P. അബ്ദുൽ ഹമീദ് MLA-യും എക്സിക്യൂട്ടീവ് റൂമിന്റെ ഉദ്ഘാടനം KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA-യും നിർവഹിച്ചു. യൂത്ത് ലീഗ് ഓൺലൈൻ സെന്ററിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA-യും വനിതാ ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം N. ശംസുദ്ദീൻ MLA-യും നിർവഹിച്ചു. ചടങ്ങിൽ മേഖലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ 70 വയസ്സ് തികഞ്ഞ മുതിർന്നവരെ ചടങ്ങിൽ ആദരിച്ചു. മേഖലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിനും മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനും ചുക്കാൻ പിടിച്ച
പച്ചീരി ഫാറൂഖിനെയും ചടങ്ങിൽ ആദരിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ്, മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി S അബ്ദുൽ സലാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മണ്ഡലം ട്രഷറർ നാലകത്ത് ഷൗക്കത്ത്, STU സംസ്ഥാന സെക്രട്ടറി C അബ്ദുൽ നാസർ, മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ, മണ്ഡലം ട്രഷറർ TP അരുൺ, മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ ബഷീർ, സുബൈർ, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചീരി സുബൈർ, മുനിസിപ്പൽ ലീഗ് ട്രഷറർ പച്ചീരി ജലാൽ, വാർഡ് ലീഗ് ഭാരവാഹികളായ മുസ്തഫ, കുന്നത്ത് സലാം, താണിയൻ അസീസ്, താണിയൻ റഷീദ് എന്നിവരും സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. എടത്തനാട്ടുകര ഉപ്പുകുളത്ത് ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കൊല്ലപ്പെട്ടയാളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുക, വന്യമൃഗശല്യം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം DFOയ്ക്ക് നൽകി. മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ മാർച്ച് DFO ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി. ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ രൂക്ഷമായ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഒരു വനിതാ പ്രവർത്തക പോലും പങ്കെടുക്കാത്ത സമരം നേരിടാൻ വനിതാ പോലീസിനെ ഇറക്കുന്നത് എന്തിനാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ചോദിച്ചു. പുരുഷ പോലീസിന് കഴിയില്ലെങ്കിൽ പൂർണ്ണമായും വനിതകളെ ചുമതല ഏൽപ്പിക്കണം. മരമില്ലുകാരിൽ നിന്ന് പാരിതോഷികം വാങ്ങുന്നതിനപ്പുറം വനം വകുപ്പ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യുന്നില്ലെന്നും റഷീദ് ആലായൻ പറഞ്ഞു. വനിതാ പോലീസിനെ ഏൽപ്പിച്ചാൽ മതി പണി. എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു പരിപാടി സ്വീകരിക്കുന്നത്? ഇവിടെ വരുന്നത് യുവാക്കളാണ്. പിന്നെ പാലക്കാട് ഒരു സമരം നടന്നു. ആ സമരത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥക്കുണ്ടായ അനുഭവം ഞങ്ങളെ സമരത്തിൽ ഉണ്ടാകില്ല. അങ്ങനെ സംസ്കാരമുള്ളവരല്ല ലീഗുകാര്. അതുകൊണ്ട് ഇത് കൃത്യമായും പറയുകയാണ്, ഒരു വനിത പോലും ഇല്ലാത്ത സമരത്തെ നിയന്ത്രിക്കാൻ വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഒരു വനിതയുണ്ട്. പണി വേറൊരു വനിതനെ കാണിച്ചു തരും. ആ സമരത്തെ നിയന്ത്രിക്കാൻ എന്തിനാ വനിതാ പോലീസ്? നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? ഇല്ലെങ്കിൽ മാറി നിൽക്ക്. നല്ല പെൺകുട്ടികൾ കേരള പോലീസിലുണ്ട്. അവരെ നിയന്ത്രിച്ചോളും. നിങ്ങൾ മാറി നിൽക്ക്. അപ്പോ അതിന്റെ മുമ്പിൽ ഒരു വനിതാ പോലീസിനെ നിർത്തുന്നത് ശരിയല്ല. ആ സമീപനം ശരിയല്ല എന്ന് കൃത്യം യൂത്ത് ലീഗ് നടത്തുന്ന സമരത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ലീഗ് പറയുന്നു. പോലീസുമായി മണ്ണാർക്കാട് ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് മണ്ണാർക്കാട് സമരങ്ങൾക്ക് എത്തിച്ചാൽ അത് പോലീസ് മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന നാട്ടിലിറങ്ങിയാൽ നാട്ടിലെ ആളുകൾ ആട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നിൽക്കണം. ജനങ്ങളുടെ പരാതി കേൾക്കണം. കലക്ടർ വരണം, മന്ത്രി വരണം. അവിടുത്തെ മലയോര മേഖലയിലെ എടത്തനാട്ടുകര മേഖലയിലെ ഞങ്ങൾ കൃത്യമായും പറയുന്നു, ഞങ്ങൾക്ക് വ്യക്തിബന്ധമുള്ള, ഞങ്ങൾക്ക് ആത്മബന്ധമുള്ള, ഞങ്ങൾക്ക് സംഘടനാ ബന്ധമുള്ള ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളെ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല. അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. വനം മന്ത്രിക്ക് താല്പര്യം ജനങ്ങളെയല്ല, മറിച്ച് പൂച്ചക്കുട്ടി പോലെയുള്ള മൃഗങ്ങളെയാണെന്ന് ഷമീർ പഴേരി പറഞ്ഞു. ഇവിടെ ഒരു വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് മനുഷ്യരെക്കാൾ കൂടുതൽ താല്പര്യം മൃഗങ്ങളോടാണ്. അദ്ദേഹം മനുഷ്യരെ വിളിക്കുന്നത് തന്നെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്ന കാഴ്ചകളും അത്തരത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ടതാണ്, കണ്ടതാണ്, അനുഭവിച്ചതാണ്. അത്തരത്തില് മൃഗങ്ങളോട് വലിയ താല്പര്യവും സ്നേഹവും കാണിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്നത്. മുനീർ താളിയിൽ, ഷറഫു ചെങ്ങലേരി, നൌഷാദ് വെള്ളപ്പാടം, കളത്തിൽ ഹുസൈൻ, യൂസഫ് പാക്കത്ത്, അഡ്വക്കേറ്റ് നൌഫൽ കളത്തിൽ, ഷാനവാസ്, ഉണ്ണീൻ, ബാപ്പു എന്നിവർ പ്രസംഗിച്ചു. ഷൗക്കത്ത് പുറ്റാനിക്കാട്, നൌഷാദ് പുത്തങ്ങോട്ട്, നൌഷാദ് പടിഞ്ഞാറ്റി, സമദ് പൂക്കോടൻ, സമീർ വളക്കാടൻ,
ഹാരിസ് കൊൽപ്പാടം, പടുവിൽ മാനു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കാഞ്ഞിരപ്പുഴ കല്ലമലയിൽ ബിവറേജിന്റെ പുതിയ കെട്ടിടത്തിലേക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ ലോഡ് ഇറക്കാൻ വന്ന വാഹനത്തെ തടഞ്ഞ് പ്രദേശവാസികൾ. തിങ്കളാഴ്ച രാത്രിയാണ് പ്രതിഷേധക്കാർ സംഘടിച്ചത്. കല്ലമല പൗരസമിതി, കുന്നപ്പുള്ളി ക്ഷേത്ര കമ്മിറ്റി, VSS എന്നിവർ സംയുക്തമായി 19 ദിവസമായി സമരത്തിലാണ്. കാഞ്ഞിരത്ത് മാറ്റുന്ന ബിവറേജ് കല്ലമല റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ഈ പ്രദേശത്ത് 400 വീടുകളുണ്ടെന്നും ഇവർക്കായി 3.25 മീറ്റർ വീതിയുള്ള റോഡാണുള്ളതെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഇവിടെ ഔട്ട്ലെറ്റ് വരുന്നതോടെ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധക്കാർ കോടതിക്ക് നൽകിയ പരാതി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് കല്ലുമലയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് രാത്രിയിൽ തിടുക്കപ്പെട്ട് ലോഡ് ഇറക്കുന്നത്. ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 9 മാസത്തോളമായി ഈ ബീവറേജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശങ്കയിലാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഹൈക്കോടതിയുടെ ആദ്യത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പി ഇതിനെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വീണ്ടും ഈ കേസ് പരിഗണിച്ച സമയത്ത് ഒരു 4 മാസത്തിനുള്ളിൽ ഈ പരാതിക്കാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, ബീവറേജ് മാനേജർ എല്ലാവരെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതിന് ഇനിയും ഈ മാസം അവസാനം വരെ ഡേറ്റ് ഉണ്ട്. ആ നടപടിക്രമം നിലവിൽ ഞങ്ങളുടെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കോടതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബില്ലടിച്ച് നാളെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രവർത്തനം തുടങ്ങി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വാശിയോടുകൂടി ഗുണ്ടായിസം നടത്തുന്നതിനാണ് ഇന്ന് വരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമരം ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ മക്കൾക്ക് സ്വൈരമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സഹോദരികൾക്ക് ഈ 3.5 മീറ്റർ വീതിയുള്ള റോഡിലൂടെ വൈകുന്നേര സമയത്ത് നടന്നു പോകുന്ന സമയത്ത് മദ്യപാനികളുടെ ശല്യം മാത്രമല്ല, അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കുന്നത്. 400 കുടുംബങ്ങളാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ആ കുടുംബങ്ങളെ കണ്ടില്ല എന്ന് MLA ധാർഷ്ട്യത്തോടെ നടിക്കുന്നുണ്ടെങ്കിൽ MLAക്ക് ഇതിന് മറുപടി ഞങ്ങൾ MLAയുടെ ആളുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തങ്ങളെ കൊന്നിട്ടില്ലാതെ ഇവിടെ മദ്യമിറക്കില്ലെന്ന് സ്ത്രീകൾ ശടിച്ചതോടെ രാത്രി 9 മണിയോടെ ലോഡ് ഇറക്കാതെ ബിവറേജ് അധികൃതർ മടങ്ങി. പിന്നെയും അരമണിക്കൂറിന് ശേഷമാണ് സ്ഥലത്തെത്തിയ പോലീസ് സന്നാഹവും മടങ്ങിയത്. ഈ അനുഗ്രഹ കോംപ്ലക്സിൽ ഒരിക്കലും ബിവറേജ് വരെ ഞങ്ങൾ അനുവദിക്കില്ല. 19 ദിവസമായി തൊഴിലുറപ്പിന്ന് പോകുന്ന അമ്മമാര് ഞങ്ങളോട് പറഞ്ഞു, രാഷ്ട്രീയ സമ്മർദ്ദം, രാഷ്ട്രീയം മൂലമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ട അമ്മമാര് കഞ്ഞി വെള്ളം ആരെങ്കിലും സഹായത്താൽ കൊടുത്തിട്ടാണ് ഇവിടെ രാവും പകലും 19 ദിവസം രാപ്പകൽ സമരം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ, അതിൽ രാഷ്ട്രീയം ഇല്ലാന്ന് പറഞ്ഞു. MLA കേൾക്കാൻ പോയപ്പോൾ MLAക്ക് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പോലും MLAക്ക് നേരമില്ല. ഒരിക്കലും ഈ 8 മണി കഴിഞ്ഞിട്ട് സാധാരണക്കാരായ സ്ത്രീകൾ തുണിക്കടകളിലും ഫാൻസി കടകളിലും ജോലി ചെയ്ത് ഈ വഴി വരും. ഇപ്പോൾ 2-3 കുട്ടികൾ ജോലി കഴിഞ്ഞ് ഈ സമയത്ത് ഇതിൽ യാത്ര ചെയ്തു. ഒരിക്കലും ഇതിൽ യാത്രാ സൗകര്യം ഞങ്ങൾക്ക് ലഭ്യമാവില്ല. ബിവറേജ് ഇവിടെ വന്ന സെക്യൂരിറ്റി നിർത്തിയാൽ അതിന്റെ അപ്പുറത്തെ മണ്ണാർക്കാട് ഇപ്പോൾ കുത്തിക്കൊന്നേക്കണം. ഈ സെക്യൂരിറ്റിയും കൊണ്ടൊന്നും ഈ ബിവറേജ് ഇവിടെ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരിക്കലും ഈ ബിവറേജ് ഇവിടെ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിനുവേണ്ടി എത്ര അങ്ങാടിപ്പുറത്ത് റെയിൽവേ പാളത്തിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ തള്ളിയിട്ട് സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ വിജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 14-ന് വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. അങ്ങാടിപ്പുറത്തെ ബാറിലെ ക്ലീനിംഗ് ജീവനക്കാരി ജോലി കഴിഞ്ഞ് റെയിൽവേ പാളത്തിലൂടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ സമയം പിറകെ വന്ന പ്രതി സ്ത്രീയെ പിടിച്ച് തള്ളിയിട്ട് കഴുത്തിലണിഞ്ഞിരുന്ന 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഓടിപ്പോവുകയായിരുന്നു. സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി ആളെ കൂട്ടി വന്ന് തിരഞ്ഞെങ്കിലും മാല പൊട്ടിച്ചയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് സ്ത്രീ പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ DYSP M പ്രേംജിത്ത്, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ SI സിജോസി തങ്കച്ചൻ, ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരുൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് പ്രതി വിജീഷിനെ കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തു. ബാർ ജീവനക്കാരിയായ പരാതിക്കാരി എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ റെയിൽവേ പാളത്തിലൂടെ വീട്ടിലേക്ക് പോകുന്നത് പ്രതി ശ്രദ്ധിച്ചിരുന്നു. ബാറിന് പിറകുവശത്തെ റോഡിലൂടെ പോയി റെയിൽവേ പാളത്തിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത്
സ്ത്രീയെ തള്ളിയിട്ട് മാല പൊട്ടിച്ച് കവർച്ച നടത്തുകയായിരുന്നു. പ്രതിയെ കണ്ടെത്താൻ അങ്ങാടിപ്പുറത്തും പരിസരങ്ങളിലുമുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു. ബസ് ഓട്ടോ ജീവനക്കാരോടും അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു. തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്ത് ഹെഡ് ക്ലാർക്കിനെ സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ അധിക്ഷേപിച്ചെന്ന് പരാതി. ഹെഡ് ക്ലാർക്ക് C. പ്രകാശ് കുമാറാണ് പരാതിക്കാരൻ. കുമരംപുത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ നികുതി കുടിശ്ശിക വന്നതോടെ കുടിശ്ശിക അടിയന്തരമായി അടച്ചു തീർക്കാൻ ഹെഡ് ക്ലാർക്കായ താൻ നോട്ടീസ് അയച്ചു. എന്നാൽ ഇവരിൽ നിന്ന് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂരുമായി ഉണ്ടായി. ഇതിനിടെ അസഭ്യം പറയുകയും പട്ടികജാതിക്കാരനായ തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് കാണിച്ചാണ് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പ്രകാശ് കുമാർ പരാതി നൽകിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീമാൻ സഹദ് ഇന്നലെ ഉച്ചയ്ക്ക് 2:45 ഞാൻ HOD എന്ന നിലയ്ക്ക് നവാബി ഹോട്ടലിൻ്റെ തൊഴിൽ നികുതി അടയ്ക്കുവാൻ അവരുടെ ആവശ്യപ്പെടുകയും അവരത് അടയ്ക്കാനായിട്ട് ബില്ലിംഗായി ചായ ചെന്നപ്പോൾ ഇദ്ദേഹം അതിലിടപെട്ട് ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കാരെ മുന്നിൽ വെച്ച് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇയാളെ പണി നോക്കിയാൽ മതി, ഇയാൾ ഇവിടെ ഭരിക്കേണ്ട, ഇവിടെ പഞ്ചായത്ത് നോക്കേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതിയാണ് നോക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പഞ്ചായത്തിന് ശാപമാണ്, ഓടാ നായി എന്ന് വിളിച്ചു. ഞാൻ SC ST പെട്ട ആളാണ്, പട്ടികജാതിപട്ടികയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് എനിക്കത് താങ്ങാവുന്നതിലധികമാണ് നായി എന്ന് വിളിച്ചത്. എന്തെങ്കിലും ചെയർമാൻ പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡയസിൽ വിളിച്ച് വരുത്തിയാണ് എന്നെ ശാസിക്കേണ്ടത്. ഇത്രയും പബ്ലിക്കിന് മുന്നിൽ വെച്ച് എന്നെ പറഞ്ഞത് എനിക്കത് വളരെയധികം ക്ഷീണം സംഭവിച്ചു. കാരണം ഞാൻ പഞ്ചായത്തിന് ശാപമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ പഞ്ചായത്തിൽ വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരാൾ പോലും എന്നെക്കുറിച്ച് പരാതി പറയുന്നില്ല. ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട്. അവിടെ എല്ലാ മെമ്പർമാർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇദ്ദേഹം എന്നെ എന്തോ ടാർഗറ്റ് ചെയ്യുകയാണ്, എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം ഞാൻ DYSP കണ്ട് നേരിട്ട് ഞാൻ പരാതി കൊടുത്തപ്പം DYSP എന്നിട്ട് പറഞ്ഞത് നമുക്ക് പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞു തീർക്കാൻ പറ്റൂല, SC ST ആക്ട് പ്രകാരം കേസെടുത്തേ പറ്റും. ഞങ്ങൾ അറ്റം വരെ പോകാൻ തയ്യാറായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ ക്ഷീണവും ഈ ജാതിപ്പേര് വിളിക്കുമെന്ന് പറഞ്ഞത്. വേറെ എന്തുമായിരുന്നാലും ഈ കുഴപ്പമില്ല. അപ്പം എന്നിട്ട് ഇദ്ദേഹം കൈയഴിവിട്ടാണ് ഇങ്ങനെ തുപ്പിയിട്ടാണ് പറയുന്നത്, നായി കയറിപ്പോകുന്നത്. അതെന്തോന്നാ, നമ്മൾ പട്ടിയാണോ? ഇയാളാണോ നമുക്ക് ശമ്പളം തരുന്നത്? ഇവിടെ ഒരു ഭരണസമിതി ഇല്ലേ, ഒരു സർക്കാരില്ലേ, സർക്കാർ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഞാൻ? അപ്പം സർക്കാർ പറയുന്നതല്ലേ കേൾക്കേണ്ടത്? ഇദ്ദേഹം പറയുന്ന കേൾക്കാനാണോ സർക്കാർ എന്നെ നിയമിച്ചിരിക്കുന്നത്? ജനമധ്യത്തിൽ വെച്ച് തന്നെ അധിക്ഷേപിച്ചത് മാനസികമായി തളർത്തിയെന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 23 വർഷം സർവീസുള്ള HC ആണ്, ഒരു HOD ആണ് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഇത് പറഞ്ഞു ഇത്രയും പബ്ലിക്കിന് മുന്നിൽ വെച്ചോളൂ. ഞാൻ ഇന്നലെ ആത്മഹത്യയ്ക്ക് വരെ ഞാൻ ശ്രമിച്ചതാണ് രാത്രിയിൽ. എനിക്ക് ഓട്ടിസം ബാധിച്ചൊരു മോളുണ്ട്, ഒരു മോനുണ്ട്, ഒരു മോളും ഉള്ളതാണ്. ഞാൻ പിന്നെ എങ്ങനെ തള്ളി നിൽക്കുക? എന്നിട്ട് രാവിലെ വന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ഒരു വലിച്ച ചിരി, ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇത് പ്രകാരം ഞാൻ അങ്ങ് അറ്റം വരെ ഞാൻ കേന്ദ്രമുണ്ട്, കേരളമുണ്ട്. എൻ്റെ തിരുവനന്തപുരം സ്വദേശിയായ പ്രകാശ് കുമാർ 4 മാസം മുൻപാണ് കുമരംപുത്തൂരിൽ എത്തിയത്. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു. താൻ പട്ടികജാതി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും പരാതി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ വകുപ്പിനെ അറിയിക്കാനാണ് പറഞ്ഞതെന്നും പ്രകാശ് കുമാർ പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വീടുകളിൽ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പിലൂടെ വെള്ളം വന്നില്ലെങ്കിലും ബില്ല് വന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വാണിയംകുളം മനുഷ്യേരിക്കാർ. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച കണക്ഷനുകളിൽ വെള്ളം ഇതുവരെ വരാത്ത വീടുകളിലാണ് മിനിമം ചാർജ് ബില്ലായി വന്നിരിക്കുന്നത്. കുടിവെള്ളം ലഭിച്ചവർക്കും ബില്ലിൽ ഭീമമായ തുകയാണ് വന്നിരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്തിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടൽ പൂർത്തീകരിച്ച ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ല. കുടിവെള്ളം ലഭിക്കാത്ത പലർക്കും ഇത്തവണ ജല അതോറിറ്റി ബില്ലു നൽകിയിരിക്കുകയാണ്. 2 മാസത്തെ കുറഞ്ഞ തുകയായ 148 രൂപയുടെ ബില്ലാണ് പലർക്കും നൽകിയത്. ചെറുകാട്ടുപുലം, മാനന്നൂർ ഭാഗങ്ങളിൽ വെള്ളം എത്തിയിട്ടുണ്ടെങ്കിലും തുക 10,000-നും മുകളിലാണ്. മാനന്നൂർ കളത്തുംപടിക്കൽ സ്മിതയ്ക്ക് 2 മാസത്തെ ബില്ല് വന്നിരിക്കുന്നത് 67,289 രൂപയാണ്. മെയ് 9 നൽകിയ ബില്ലിലാണ് 2 മാസത്തെ തുകയായി 50,516 രൂപയും അധിക തുകയായി 16,773 രൂപയും ചേർത്തു നൽകിയത്. ചെറുകാട്ടുപുലം
പണ്ടാരത്തിൽ പത്മിനിക്ക് വന്നത് 20,362 രൂപയുടെ ബില്ലാണ്. BPL വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ വീട്ടിൽ കിണർ സൗകര്യമുണ്ട്. അതിനാൽ കുടിവെള്ളത്തിനായി പൈപ്പിനെ ആശ്രയിച്ചിട്ടില്ലെന്ന് പത്മിനി പറയുന്നു. ജല അതോറിറ്റിയിൽ പരാതി പറഞ്ഞെങ്കിലും തുക അടയ്ക്കാൻ നിർബന്ധിച്ചതായി പത്മിനി പറയുന്നു. ഞങ്ങൾ ഈ വാട്ടർ കണക്ഷൻ വന്നത് ഞങ്ങൾക്ക് ഈ മാസം വന്ന ബില്ല് ഒരുപാട് കൂടുതൽ ബില്ലാണ് വന്നിറക്കുന്നത്. ഞങ്ങൾ അത്രയും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അടുത്ത നാൾ തൊട്ടിട്ടാണ് വെള്ളം കണക്ഷൻ കിട്ടി വെള്ളം വരാൻ തുടങ്ങിയത്. ഇതൊന്നും ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. എത്ര എമൗണ്ട്? ഞങ്ങൾക്കിപ്പോൾ വന്നിറക്കുന്നത് 85,000 രൂപയാണ് ബില്ല് വന്നിറക്കുന്നത്. അതിനുള്ള വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരാളാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോഴെങ്കിലാണ് കൂടുതൽ ആളുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ച് തരണം എന്ന് പറയുക. പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർ 2 മാസത്തിൻ്റെ ഉള്ളിൽ ശരിയാവും. അപ്പോൾ ഞങ്ങൾ 4-5 വീട്ടുകാർക്കാണ് ഇപ്പോൾ ഇത് ഒരുമിച്ച് കണക്ഷൻ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒരു പരാതി തരണം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ 2 മാസത്തിൻ്റെ ഉള്ളിൽ ശരിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊരു വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഫസ്റ്റ് ഒരു ബില്ലാണ്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000+. എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ്. അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ. പക്ഷേ വന്നിരിക്കുന്ന ബില്ല് ഇതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ജൽജീവൻ മിഷന്റെ 1ാം ഘട്ട പൈപ്പിടൽ പൂർത്തിയായ ചില ഭാഗങ്ങളിൽ പോലും ഇപ്പോൾ കുടിവെള്ളം എത്താത്ത സ്ഥിതിയുണ്ട്. ഇതിനു പുറമെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോകുന്നുണ്ട്. കുടിവെള്ള വിതരണം നടക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായി ബില്ലുകൾ എത്തുന്നില്ലെന്നും പിന്നീട് വരുന്ന ബില്ലുകളിൽ വലിയ തുകയായി വരികയാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അതേസമയം കുടിവെള്ളം വരാത്തവർക്ക് ബില്ല് വന്നതും വലിയ തുകകൾ വന്നതും പരിശോധിച്ചു നടപടി സ്വീകരിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. BJP ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചപ്പാടത്തെ ശ്രീകൃഷ്ണപുരം വില്ലേജ് 2 ഓഫീസിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്ന സമയത്താണ് നമ്മുടെ ആളുകൾക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി വില്ലേജിനെ സമീപിക്കേണ്ടതും. അതും വില്ലേജ് നമ്മുടെ പേപ്പർ വർക്ക് നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥലം വില്ലേജ് ഓഫീസാണ്. അവിടെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കാര്യം നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമുക്കറിയാം, ഈ അടുത്തുള്ള വില്ലേജുകളിലൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഇവിടെ വർക്ക് ചെയ്യുന്ന വില്ലേജ് ഓഫീസർമാരെല്ലാവരും തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തൊക്കെ ഉള്ള ആളുകളായിരിക്കും. ദൂരെയുള്ള വില്ലേജ് ഓഫീസർമാരെ ഇവിടെ കൊണ്ടുവരികയും അവർ പലപ്പോഴും ലീവ് പോവുകയും അവർക്കൊരു അസുഖം വരുമ്പോൾ ലീവ് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. 2 ആഴ്ചയിലേറെയായി വില്ലേജ് ഓഫീസർ അവധിയിലായതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രായമായവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. BJP ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. P. ശിവദാസ്, MP മണികണ്ഠൻ, രാജേഷ് പാർത്തല, V. വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും മറ്റും ഇനി കുടിവെള്ളം തേടി അലയേണ്ട. ഉപയോഗിക്കാനാവാതെ കിടന്നിരുന്ന കുടിവെള്ള ATM തകരാർ പരിഹരിച്ച് പ്രവർത്തനം തുടങ്ങി. വാട്ടർ ATMന്റെ പ്രവർത്തനം നിലച്ചത് മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. വാൾവിനുണ്ടായിരുന്ന തകരാർ മൂലം 2 ആഴ്ചയിലേറെയായി നോക്കുകുത്തിയായി കിടക്കുകയായിരുന്നു വാട്ടർ ATM. ഇത് കാരണം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ, 100 കണക്കിന് ബസ്സിലെ തൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ ബുദ്ധിമുട്ടിലായിരുന്നു. വേനൽ ചൂട് രൂക്ഷമായതോടെ വെള്ളത്തിന് ധാരാളം ആവശ്യക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ATM തകരാറിലായിരുന്നത്. ഇത് സംബന്ധിച്ച് മലബാർ ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതർ ഇടപെട്ട് വാട്ടർ ATMന്റെ തകരാർ പരിഹരിച്ചത്. കുപ്പി കയ്യിൽ കരുതി എത്തുന്നവർക്ക് 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളം ലഭിക്കുന്നത് ഏറെ ആശ്വാസമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യത്തിന് 5 രൂപ ഇട്ടാൽ 5 ലിറ്റർ വെള്ളവും ലഭിക്കുമായിരുന്നു. വേനലായതോടെ ദിനംപ്രതി 250 ലിറ്റർ മുതൽ 300 ലിറ്റർ വരെയാണ് വെള്ളം ആവശ്യക്കാരിലേക്ക് എത്തിയിരുന്നത്.
മുമ്പ് 2 തവണ തകരാറിലായപ്പോഴും വേഗത്തിൽ നേരെയാക്കിയെങ്കിലും ഇപ്രാവശ്യം കൂടുതൽ ദിവസം ATM അടഞ്ഞുകിടന്നു. നഗരസഭയുടെ 2022-23 വർഷത്തെ പദ്ധതിയിൽ 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടിവെള്ള ATM ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചത്. 500 ലിറ്റർ വീതം സംഭരണശേഷിയുള്ള 2 കിയോസ്കുകളാണ് ATMിലുള്ളത്. സംവിധാനം സ്ഥാപിച്ച കമ്പനിക്ക് തന്നെയാണ് തകരാറുകൾ വന്നാൽ പരിഹരിക്കാനുള്ള കരാറും നൽകിയിരുന്നതെങ്കിലും ഈയിടെ കരാർ കാലാവധി അവസാനിച്ചു. തകരാറുകൾ വന്നാൽ ടെക്നീഷ്യനെ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനമെന്നും കരാർ പുതുക്കില്ലെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ശക്തമായ മറുപടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ച BJP കരിമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. മാപ്പിള സ്കൂളിൽ നിന്നും ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ സമാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം C. സുകുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PV ഗോപാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി PM ശിവദാസ്, BJP കല്ലടിക്കോട് കരിമ്പ ഏരിയ പ്രസിഡന്റുമാരായ P. ശരത്ത്, ജയപ്രകാശ് കാളിയോട്, കാരകുർശി മണ്ഡലം പ്രസിഡന്റ് A. കൃഷ്ണദാസ്, ബീന ചന്ദ്രകുമാർ, CR സ്നേഹ, C. രേഷ്മ, P. മാധുരി, KR വിജയൻ, OR ശിവൻ, P. ജയരാജ്, തൊട്ടിയിൽ അനൂപ് എന്നിവർ പങ്കെടുത്തു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള തിരംഗയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ കൊണ്ട് ആക്രമിക്കുകയും ആ ആക്രമണത്തിന് ഭാരതം മറുപടി കൊടുക്കുകയും ചെയ്ത ആ സൈനികർക്ക് സല്യൂട്ട് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തിരംഗയാത്രകൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് പെരുമ്പടാറി പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ദിനമായ ചൊവ്വാഴ്ച രാവിലെ കഞ്ഞിപ്പാർച്ച നടത്തി. മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് എല്ലാ വർഷവും കഞ്ഞിപ്പാർച്ച നടത്താറുള്ളത്. പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 8 മണിയോടെ മേൽശാന്തി അനീഷ് ശർമ്മ കലവറയിലെത്തി പുണ്യാഹം തളിക്കുന്നതോടെയാണ് കഞ്ഞിപ്പാർച്ചയ്ക്ക് തുടക്കമായത്. തുടർന്ന് മേൽശാന്തി വിളക്ക് തെളിയിച്ചു. അങ്ങോട്ട് ഉള്ള എല്ലാ പൂരങ്ങൾക്കും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ പ്രൗഢിയായിട്ട് കഴിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയുടെ കഞ്ഞിപ്പാർച്ച തളിച്ച് നേദിച്ചിട്ടുണ്ട്. ഭഗവതിക്ക് ഇവിടെ നിവേദിച്ചു. ഈ പ്രസാദം ഇനി അല്പസമയം കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തതാണ്. കാലാവസ്ഥ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞ് ധാരാളം ഭക്തര് രാവിലെ എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തരാണ് മഴയെ വകവയ്ക്കാതെ ഭഗവതിയുടെ പ്രസാദത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. മണ്ണാർക്കാട് പ്രദേശത്തെ അവസാന പൂരമായ പോർക്കരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് കുന്തിപ്പുഴയോരത്തൊരുക്കുന്ന കഞ്ഞിപ്പാർച്ച അതിവിശേഷമാണെന്ന് അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. മഴയെ അവഗണിച്ചും ഭക്തരെത്തിയത് അതിന്റെ നേർസാക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയധികം പ്രതികൂലമായ കാലാവസ്ഥയിലും മഴ പൊതുവെ പോത്തൊഴി പൂരത്തിന് മഴ എന്നുള്ളത് കാലങ്ങളായിട്ട് അല്ലെ വർഷങ്ങളായിട്ട് ഐതിഹ്യത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത്രയധികം ഭക്തജനങ്ങൾ നമ്മുടെ നാനാദേശങ്ങളിൽ നിന്നും കുന്തിപ്പുഴയുടെ ഓരത്തും കുടികൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ പ്രതീകമായ പോത്തൊഴി അമ്മയെ കണ്ട അനുഗ്രഹമാണ് ഈ പൂര ദിവസം ഇവിടെ എത്തിയത് തന്നെ വളരെയധികം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത്രയധികം വിശേഷപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റി നടത്തി വരുന്ന ഈ കഞ്ഞിപ്പാർച്ച. PRO ശ്യാം, ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. LSS USS പരീക്ഷകളിൽ പെരിന്തൽമണ്ണ പാതായ്ക്കര UP സ്കൂളിന് മിന്നും വിജയം. LSSും USSും നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
LSS USS പരീക്ഷകളിൽ ഇത്തവണയും പാതാക്കര AUP സ്കൂൾ തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചത്. 12 വിദ്യാർത്ഥികൾ LSS നേടിയപ്പോൾ 31 വിദ്യാർത്ഥികൾ USS കരസ്ഥമാക്കി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ LSS USS ജേതാക്കളെയും അനുമോദിച്ചു. മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹ്റലി ഉപഹാരം നൽകി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാഭ്യാസ നിലവാരത്തിൽ പാതാക്കര AUP സ്കൂൾ മുന്നേറ്റമുണ്ടാക്കിയത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് ADM NM മെഹ്റലി പറഞ്ഞു. ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങൾ ഒരുക്കിയ പാതാക്കര AUP സ്കൂളിനെ തൻ്റെ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. എയ്ഡഡ് സ്കൂൾ, ഞാൻ അത് പ്രത്യേകം പറയുകയാണ്. സർക്കാർ സ്കൂളിന് സർക്കാരിൻ്റെ സഹായമുണ്ട്. എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നല്ല മികച്ച സൗകര്യമുള്ള കെട്ടിടങ്ങൾ അപൂർവമാണ്. നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണയിൽ പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ നിലവിൽ ഉള്ളതിലേക്ക് ഏറ്റവും എടുത്തു ചേർക്കാവുന്ന, ഒരുപക്ഷെ ഈ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച കെട്ടിടമായി, അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള കെട്ടിടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് USS സ്കോളർഷിപ്പിലും LSS സ്കോളർഷിപ്പിലും ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു മാറ്റം ഒരു വർഷം കൊണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ, അതിൻ്റെ അണിയറയിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ടാവണം, ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ പച്ചേരി ഫാറൂഖ്, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, മുൻ ഓഫീസർ അജിത് മോൻ, സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, പ്രധാനാധ്യാപകൻ ഷിബു AP, PTA പ്രസിഡന്റ് വിനോദ് പാവുമ്പാടത്ത്, അർച്ചന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും അക്കാദമിക നിലവാരം ഉയർത്തിയും വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന വിഷൻ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് വിവരിച്ചു. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തിക്കൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി അവരെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ഞാൻ അന്ന് വെച്ച 16-ൽ വെച്ച വിഷൻ. ആ വിഷൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ്, അതിലൂന്നിക്കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ അധ്യാപകരും PTയും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 31 വിദ്യാർത്ഥികൾക്ക് USS ലഭിച്ചു, 12 വിദ്യാർത്ഥികൾക്ക് LSSും ലഭിച്ചു. കഴിഞ്ഞ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വഴികാട്ടിയായി ഏഞ്ചൽ എഡ്യൂപാത്ത് എഡ്യൂക്കേഷണൽ സെന്റർ മണ്ണാർക്കാട് തുടങ്ങി. പട്ടയം, ഭൂമി തരം മാറ്റൽ, സർവേ, സ്കെച്ച് തുടങ്ങിയ സേവനങ്ങളും ഏഞ്ചൽ എഡ്യൂപാത്തിൽ ലഭിക്കും. കേരളത്തിനകത്തെയും സൗത്ത് ഇന്ത്യയിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ചെലവിൽ ഉപരിപഠനത്തിന് വഴികാട്ടിയായി ഏഞ്ചൽ എഡ്യൂപാത്തിന്റെ സേവനം ലഭ്യമാകും. പട്ടയം, ഭൂമി തരം മാറ്റൽ, സർവേ, സ്കെച്ച് തുടങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളും ഇനി എഡ്യൂപാത്തിലൂടെ നിർവഹിക്കാം. പാലക്കയം വില്ലേജ് ഓഫീസറും മണ്ണാർക്കാട് ഡെപ്യൂട്ടി തഹസിൽദാറുമായി വിരമിച്ച KT ജോസഫാണ് മാനേജിംഗ് ഡയറക്ടർ. പിന്നെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്ത അവസരങ്ങൾ കിടക്കുമ്പോൾ ഏത് അവസരങ്ങളാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരങ്ങളിലേക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമ്മൾ ജോസഫ് സാറിലൂടെ അദ്ദേഹം നടത്താനായിട്ട് ഉദ്ദേശിക്കുക. അതോടൊപ്പം തന്നെ ഭൂമി തരംമാറ്റം, പട്ടയം ഇവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലാൻഡ് മാറ്റേഴ്സും അതോടൊപ്പം തന്നെ സർവേ, സ്കെച്ച്, പ്ലാന് തുടങ്ങിയവയും
തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇദ്ദേഹം ഇന്ന് ആരംഭിച്ചിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ, ഇദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ ഒരു അവസരമാണ് ഇപ്പോഴുള്ളത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം മലബാർ ഗോൾഡിന് എതിർവശം കരിമ്പനക്കൽ ബിൽഡിംഗിലെ 2ാം നിലയിലാണ് ഏഞ്ചൽ എഡ്യൂപാത്ത് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏഞ്ചൽ എഡ്യൂക്കേഷൻ സെൻറ്റർ നമുക്ക് +2 പാസ്സായ കുട്ടികൾക്ക് അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ അവർക്ക് ഉപരിപഠനം സാധ്യമാക്കി കൊടുക്കുന്ന ഒരു ഓഫീസ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഭൂമി തരം മാറ്റൽ, അത്തരം അതുപോലെ തന്നെ സർവേ സ്കെച്ച്, സ്ഥലം അളന്നു തിട്ടപ്പെടുത്തൽ തുടങ്ങിയ വിവിധ ഉദ്ദേശ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം ഓഫീസുകൾ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകൾ ഇതിൽ എക്സ്പേർട്ടാണ്. റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ഇത്തരം ഒരു സ്ഥാപനം വന്നതിൽ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഇവിടെ വരികയും അത് നിറവേറ്റാനും കഴിയുന്ന രീതിയിലാണ്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സേവനം മണ്ണാർക്കാട് നമുക്ക് പ്രതീക്ഷിക്കാം. നഗരസഭാ കൗൺസിലർ ഷമീർ വെളക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം +2 കഴിഞ്ഞ് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ കേരളത്തിനകത്തും പുറത്തും കൃത്യമായ ദിശാബോധത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തരം മാറ്റൽ, മറ്റു റവന്യൂ സ്കെച്ച് ഉൾപ്പെടെയുള്ള എല്ലാവിധ സേവനങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഒരുപാട് ഉയരങ്ങളിൽ നിറമനസ്സോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി NCP നേതാവ് സദക്കുത്തുള്ള പടലത്ത് പറഞ്ഞു. ഇത് റിട്ടയർഡ് വില്ലേജ് ഓഫീസർ ജോസഫ് ഏട്ടൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടത്, തരം മാറ്റലുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട സ്കെച്ച് കാര്യങ്ങളും വൈവിധ്യമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ സേവനം സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. വില്ലേജോ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും ഇത്. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിലേക്ക് വരിക. എന്തറിവും ഭൂമി സംബന്ധമായി ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് ആത്മാർത്ഥമായ ആശംസ അറിയിക്കുന്നു. പാലക്കയത്ത് വില്ലേജ് ഓഫീസറായിരുന്ന ജോസഫിന് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ സ്ഥാപനത്തെ വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന് താലൂക്ക് വികസന സമിതി അംഗം സന്തോഷ് കാഞ്ഞിരമ്പാറ പറഞ്ഞു. മണ്ണാർക്കാട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പുതിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട്ടിലായിക്കോട്ടെ, ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ വിവിധ കോഴ്സുകളിലേക്ക് പോകാൻ, അത് പഠിക്കാനുള്ള, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ആ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അഡ്മിഷൻ കൊടുക്കുവാനുമുള്ള സ്ഥാപനം കൂടിയാണിത്. അതുപോലെ തന്നെ ഭൂമി തരം മാറ്റൽ, പട്ടയ പ്രശ്നങ്ങൾ, അങ്ങനെ ഭൂമി സംബന്ധമായ പല കാര്യങ്ങൾക്കും എന്ത് വിഷയം ഉണ്ടായാലും അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ, കാരണം നിരവധി വർഷം റവന്യൂ വകുപ്പിൽ ജോലി ചെയ്ത, 30-ലേറെ വർഷം റവന്യൂ വകുപ്പിൽ ചെയ്ത ആ അനുഭവ പാഠം കൊണ്ട് അദ്ദേഹത്തിന് ഈ സ്ഥാപനം നല്ല രീതിയിൽ ഈ മണ്ണാർക്കാടുകാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീതമായി ആശംസിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സേവനങ്ങൾക്കും ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുമായി വിളിക്കേണ്ട നമ്പർ 6235590040.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം രാജ്യത്ത് വളർത്താൻ ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർവമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമമെന്നും സാദിഖ് അലി തങ്ങൾ. എടത്തനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് DF ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. കൊല്ലപ്പെട്ടയാളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് യൂത്ത് ലീഗ്. കാഞ്ഞിരപ്പുഴ ബീവറേജിന്റെ പുതിയ കെട്ടിടത്തിലേക്ക് മദ്യവുമായി വന്ന വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. അങ്ങാടിപ്പുറത്ത് റെയിൽവേ പാളത്തിൽ സ്ത്രീയെ തള്ളിയിട്ട് മാല കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കുളത്തൂർ വെങ്ങാട് സ്വദേശി വിജീഷിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വാണിയംകുളം മനുശ്ശേരിയിൽ ജൽജീവൻ പദ്ധതിയിൽ വെള്ളം ലഭിക്കാത്തവർക്കും ജല അതോറിറ്റിയുടെ ബില്ല്. വെള്ളം ലഭിച്ചവർക്ക് വന്നത് ഭീമമായ ബിൽ തുക. പരാതിയുമായി നാട്ടുകാർ പരിശോധിച്ച് പരിഹരിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.